ദുരന്തബാധിതരെയും ജനങ്ങളെയുമെല്ലാം മുസ്ലിം ലീഗ് വഞ്ചിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ദുരന്തബാധിതരുടെ പേരിലാണ് മുസ്ലിം ലീഗ് പണം ശേഖരിച്ചത്. ആ പണം മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും കമ്മിറ്റികളിൽ നിന്ന് ശേഖരിച്ച പണമല്ല. മുസ്ലിം ലീഗ് അവരുടെ ഫണ്ടിൽ നിന്ന് മാറ്റിയ പണവുമല്ല. ജനങ്ങളിൽ നിന്ന് ദുരന്തബാധിതരുടെ പേര് പറഞ്ഞുകൊണ്ട് ശേഖരിച്ച തുകയാണ്. ദുരന്തബാധിതരുടെ പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളിൽ നിന്ന് ശേഖരിച്ചത്. അതുകൊണ്ട് തന്നെ ജനങ്ങളോട് മറുപടി പറയാനുള്ള ബാധ്യത മുസ്ലിം ലീഗിനുണ്ട്. മുസ്ലിം ലീഗ് വാങ്ങിയിരിക്കുന്നത് തോട്ടഭൂമിയാണ്. അത് ഇപ്പം തോട്ടഭൂമിയായി മാറിയ ഭൂമിയല്ല. അതുകൊണ്ട് അവർക്ക് നിയമം പ്രകാരം അറിയാത്തത് കൊണ്ടോ പുതിയ ഒരു നിയമത്തിൻ്റെ പ്രശ്നങ്ങൾ വന്നതുകൊണ്ടോ അല്ല. അതോടൊപ്പം തന്നെ തോട്ടഭൂമി വാങ്ങിയിരിക്കുന്നത് വലിയ തുക കൊടുത്തുകൊണ്ടാണ്. ഇത്രയും തുക ആ ഭൂമിക്ക് വരില്ല. ഇതിനേക്കാൾ എത്രയോ കുറവ് വിലയ്ക്ക് തോട്ടഭൂമി ലഭിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം പത്രസമ്മേളനം നടത്തിയപ്പോൾ തന്നെ അതിൽ കാണാൻ കഴിഞ്ഞു. അഡ്വാൻസ് മറ്റു ചില ഇടങ്ങളിൽ കൊടുക്കുന്ന നിലയുണ്ടായി. ആദ്യം അവർ തന്നെ സമ്മതിച്ച കാര്യമാണ്. അപ്പോൾ അഡ്വാൻസ് കൊടുത്ത പണം നഷ്ടപ്പെട്ടു. ഇതിനെല്ലാം ജനങ്ങളോട് മറുപടി പറയാൻ ലീഗ് തയ്യാറാവും. അവർക്ക് ഇഷ്ടം പോലെ ഈ പണം കൈകാര്യം ചെയ്യാൻ പറ്റില്ല. കാരണം ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച പണമാണ്. ലീഗ് ഈ വിഷയത്തിൽ പറഞ്ഞിരുന്ന കാര്യം, സർക്കാരിൻ്റെ ടൗൺഷിപ്പ് വൈകുന്നു, അതുകൊണ്ട് ഞങ്ങൾ സ്വന്തമായി നിർമ്മാണ പ്രവർത്തനം കടക്കുകയാണ് എന്നാണ്. എന്നാൽ സർക്കാരിൻ്റെ ടൗൺഷിപ്പിൻ്റെ ഭാഗമായി ഇപ്പം മാതൃകാ വീട് പൂർത്തീകരിച്ചു. അതുപോലെ തന്നെ മറ്റ് വീടുകൾ 100-200 വീടുകളുടെ ഫൗണ്ടേഷൻ വർക്കെല്ലാം പൂർത്തിയായി. 5 വീടുകൾ ഇപ്പം അടുത്ത ദിവസം വാർപ്പ് ഇതിലേക്ക് എത്തുകയാണ്. അപ്പം സർക്കാരിൻ്റെ ടൗൺഷിപ്പിൻ്റെ പ്രവർത്തനം വളരെ ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ലീഗിന് ഇപ്പോഴും ഭൂമിയുടെ കാര്യങ്ങൾ പോലും ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലീഗിൻ്റെ നേതൃത്വം അതിന് മറുപടി പറഞ്ഞത് വിചിത്രമായ വാദങ്ങളാണ്. അതിലൊന്നാമത്തെ കാര്യം, സർക്കാർ ബുദ്ധിമുട്ടിക്കുന്നു എന്നതാണ്. ഇത് തോട്ടഭൂമി എന്നുള്ളത് നേരത്തെ മുതലേ തോട്ടഭൂമിയാണ്. സർക്കാർ എങ്ങനെയാണ് ഇത് ബുദ്ധിമുട്ടിക്കുന്നത്? യഥാർത്ഥത്തിൽ ലീഗ് നടത്തിയത് വലിയ രൂപത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പാണ്. ദുരന്തബാധിതരുടെ പേരിൽ വലിയ രൂപത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിരിക്കും.